വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ആ സാക്ഷിക്കൂട്ടിൽ നിന്നുകൊണ്ട് തന്നെ ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ നോക്കുമ്പോൾ ആ ഒരു ചെറിയൊരു ഫ്ലാഷ് ബാക്ക് എന്ന പോലെ കാണിക്കുന്നുണ്ട്. അന്നൊരു ദിവസം ശാലിനി ആണെങ്കിൽ വിഷ്ണുവിനെ പോലീസ് സ്റ്റേഷനിൽ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടാക്കിയിട്ട് തിരികെ വരുമ്പോൾ ഒരു കോൺസ്റ്റബിൾ മാഡം എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ടല്ലോ, നമുക്ക് ഒരല്പം അങ്ങോട്ട് മാറി എന്ന് സംസാരിക്കാം, അത്രയ്ക്ക് രഹസ്യമാണെന്ന് പറയുമ്പോൾ കുറച്ചപ്പുറത്തേക്ക് മാറി നിന്ന് ഈ കോൺസ്റ്റബിൾ ശാലിനിയോട് സംസാരിക്കുന്നുണ്ട്. തുടർന്ന് എനിക്കൊരു ആപത്തും വരരുത്, ഞാൻ ഈ പറയുന്ന കാര്യം ACP സാർ അറിയരുത്, അറിഞ്ഞാൽ എന്നെ കൊന്നുകളയും, അത്രയ്ക്ക് വലിയ രഹസ്യമാണ് ഞാൻ പറയാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് യാതൊരു ആപത്തും വരില്ല, എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് മാഡം ഇതൊന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞിട്ട് തൻ്റെ മൊബൈലിലുള്ള ഒരു വീഡിയോ കാട്ടിക്കൊടുക്കുകയാണ്. അതാണെങ്കിൽ അന്ന് ശാരദാമ്മ ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ ഒരു കോൺസ്റ്റബിൾ വാങ്ങിച്ച് ആ മേശപ്പുറത്ത് കൊണ്ടുവച്ചിരുന്നു. തുടർന്ന് ചന്ദ്രബോസ് അവിടത്തേക്ക് വരികയും ഒരു കള്ളനെ പോലെ ചുറ്റുമൊക്കെ നോക്കുകയാണ്. എന്നിട്ട് ഭക്ഷണപ്പൊതി തുറക്കുന്നുണ്ട്. അന്നേരം ഈ കോൺസ്റ്റബിൾ അതുവഴി പോകുമ്പോൾ നല്ലാതെ സംശയം തോന്നി അവിടെ നിന്ന് ശ്രദ്ധിക്കുന്നതാണ്. തുടർന്ന് ഈ ചന്ദ്രബോസ് ഭക്ഷണപ്പൊതി തുറന്നിട്ട് തൻ്റെ കൈവശമുണ്ടായിരുന്ന ആ പോയിസൺ ആ ചോറിലേക്ക് കലർത്തുകയാണ് ചെയ്യുന്നത്. അന്നേരം ഈ കോൺസ്റ്റബിൾ ആണെങ്കിൽ അത് തൻ്റെ മൊബൈലിൽ വീഡിയോ ആയിട്ട് പകർത്തുന്നുണ്ട്. ആ വീഡിയോയാണ് ഇവിടെ ശാലിനിക്ക് കാട്ടിക്കൊടുത്തത്. തുടർന്ന് സംശയം തോന്നി, ഞാനിത് എൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്തതാണ്, മാഡവും പിന്നെ ഹസ്ബൻഡും തമ്മിലുള്ള സ്നേഹം കണ്ടപ്പോൾ ഇതെനിക്ക് തരണമെന്ന് തോന്നി, തെളിവ് നശിപ്പിക്കേണ്ടതല്ല എന്നെനിക്ക് തോന്നി, എനിക്കൊരു ആപത്തം വരരുതെന്ന് പറയുമ്പോൾ താങ്കൾ നല്ല ഒരു കാര്യമാണ് ചെയ്തത്, ഇയാളെപ്പോലുള്ള ഒരു പോലീസുകാരൻ ഇനി ഈ പിന്നെ ഇതിൽ വേണ്ട, പോലീസിൽ വേണ്ട, ഞാൻ നടപടി എടുത്തോളാം, താങ്കൾക്ക് യാതൊരു ആപത്തും വരില്ല, ജില്ലാ കളക്ടറുടെ ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിട്ട് ശാലിനിക്ക് അത് ആ വീഡിയോ കാണുന്തോറും ശാലിനിക്ക് അങ്ങ് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ആ വിഷ്ണു ആ ഛർദ്ദിച്ച് കിടന്ന സീനൊക്കെ ശാലിനിയുടെ മനസ്സിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. തുടർന്ന് ആ വീഡിയോ തൻ്റെ ലാപ്ടോപ്പിൽ ജഡ്ജിയെല്ലാം കണ്ട ശേഷം പറയുകയാണ്, സാക്ഷി പട്ടികയിലുള്ള ചന്ദ്രബോസിനെയും പിന്നെ മധുശ്രീയെയും പ്രതിപ്പട്ടികയിൽ ചേർക്കാനും ഡിഫൻസ് കൗൺസിലിന് വിസ്തരിക്കാനുമുള്ള അനുവാദം കൊടുത്തിരിക്കുന്നു, താങ്കൾക്ക് പ്രൊസീഡ് ചെയ്യാമെന്ന് പറയുമ്പോൾ യെസ് എന്നുള്ള രീതിക്ക് അർജുൻ ഇരിക്കുകയാണ്. അമീർ അബ്ദുള്ള ആകെ പെട്ട് ഇരിക്കുന്നുണ്ട്. തുടർന്ന് സാക്ഷിക്കൂട്ടിൽ നിന്നും ശാലിനി ഇറങ്ങുന്നുണ്ട്, പ്രതിക്കൂട്ടിൽ നിന്നും വിഷ്ണുവും ഇറങ്ങിയാണ്. എന്നിട്ട് രണ്ടുപേരെ അമ്മ ഒരേപോലെ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി അർജുൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ നേരെ നിൽക്കുന്നുണ്ട്. ആ സീനൊക്കെ കിടിലം തന്നെയാണ്. തുടർന്ന് ചന്ദ്രബോസ് മുന്നോട്ട് വരുമ്പോൾ ശാലിനി അങ്ങോട്ട് മുന്നോട്ട് നടക്കുന്നുണ്ട്. അന്നേരം ചന്ദ്രബോസിനെ ആ ഒരൊറ്റ നോട്ടം ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. തുടർന്ന് ചന്ദ്രബോസ് വന്ന് ജഡ്ജിക്ക് മുന്നിൽ സല്യൂട്ട് അടിച്ചിട്ട് നിൽക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ പുറകിൽ കൈയും കെട്ടി ചന്ദ്രബോസിനെ അടുത്തായിട്ട് തന്നെ നിൽക്കുകയാണ്. വിഷ്ണുവിൻ്റെ കൈ പുറകിൽ കെട്ടിയിരിക്കുന്നതിലും കൈ അങ്ങോട്ട് ചുരുട്ടി പിടിക്കുകയാണ്, ആ ഒരു ദേഷ്യത്തിലും ഇതിലുമൊക്കെ. ചന്ദ്രബോസിന് അത് മനസ്സിലാവുന്നുണ്ട്. തുടർന്ന് ചന്ദ്രബോസ് ആ പ്രതിക്കൂട്ടിലേക്ക് കയറുകയാണ്. തുടർന്ന് സീറ്റിലേക്ക് ശാലിനി പോയി ഇരിക്കുന്നുണ്ട്. ശാലിനി ഇങ്ങനെ സത്യഭാമയെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. പക്ഷെ ഭാമയ്ക്ക് ചിരിക്കണമെന്നുണ്ട്, പക്ഷെ സത്യഭാമ പെട്ടെന്ന് അങ്ങ് മുഖം അങ്ങ് മാറ്റുകയാണ്. തുടർന്ന് അർജുൻ പറയുകയാണ്, സാധാരണക്കാർക്ക് എന്നും ആശ്രയം നീതിയും ന്യായവും ഒക്കെ കിട്ടുന്ന സ്ഥലമാണ് പോലീസ് സ്റ്റേഷൻ, പക്ഷേ അവിടെ അപമാനകരമായിട്ട് ഞങ്ങൾ എന്ത് കാണിച്ചാലും നമ്മളെ ആരും ചോദിക്കാനോ ഒന്നിനും വരില്ല, ശിക്ഷിക്കാനോ വന്നില്ല എന്നൊക്കെയുള്ളൊരു ധാർഷ്ട്യമുള്ളൊരു പോലീസുകാരനാണ് ഈ ചന്ദ്രബോസ് എന്ന് പറയുന്നത്. അപ്പോൾ നീതിന്യായം അർഹിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ കൊടുത്ത് തന്നെ ഇയാളെ ശിക്ഷിക്കണം എന്ന് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് അർജുൻ തൻ്റെ വിസ്താരം അവസാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ ചന്ദ്രബോസ് ആകെ ദേഷ്യത്തിലും ആ ഒരു പേടിയിലുമൊക്കെയാണ് ആ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ഇതേസമയം അവിടെ കുടുംബശ്രീ വീട്ടിലെ ശാരദാമ്മ അങ്ങോട്ടാകെ ടെൻഷനിലാണ്. വിഷ്ണുമോൻ്റെ വിധി ഇന്നാണ്, എന്ത് ആവോ എന്തോന്നും പറഞ്ഞിങ്ങനെ ടെൻഷനിരിക്കുമ്പോൾ അതൊക്കെ ശാലിനി മോള് നോക്കിയോളും എന്നൊക്കെ പറഞ്ഞ് ശാന്ത ആശ്വസിപ്പിക്കുന്നുണ്ട്. അന്നേരം ഈശ്വരന്മാരെ വിളിച്ച് നിലത്ത് നിർത്തിയിരിക്കുകയാണ്, കൈവിടില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് ശാരദാമ്മ വിഷമിച്ചിരിക്കുന്നു. ആ ഒരു സീനും ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. ഇതേസമയം ഇവിടെ കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നോ യുവർ ഓണർ എന്നും പറഞ്ഞ അമീർ അബ്ദുള്ള എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അർജുൻ അങ്ങോട്ട് ചിരിച്ച് തള്ളുകയാണ്. അതിനുശേഷം അർജുൻ വീണ്ടും അങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട്. വീണ്ടും ചന്ദ്രബോസിനെ കുറിച്ച് ഓരോന്നൊക്കെ പറയുകയാണ്. ഇവിടുത്തെ നീതിന്യായത്തിനെ പോലും പേടിയില്ലാത്ത പോലീസുകാരൻ ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി ഒളിയിൽ പാർപ്പിക്കുകയും പിന്നീട് കടുത്ത നടപടികളൊക്കെ ചെയ്യുകയും ചെയ്ത ഇയാളൊരു പോലീസുകാരനല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അങ്ങ് കത്തിക്കയറുകയാണ് അർജുൻ. അതുകൊണ്ട് ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണം, സാധാരണക്കാർക്ക് ആശ്രയം എന്നും ഈ കോടതി തന്നെയാണ്, അതുകൊണ്ട് സത്യം എന്നും വിജയിക്കുക തന്നെ വേണം. ആ ഒരു ആപ്തവാക്യം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, സത്യം ധർമ്മം ചര എന്നിങ്ങനെ കൈമുറുക്കി പിടിച്ച് അർജുൻ ഇങ്ങനെ പറയുമ്പോൾ അത് ത്രാസം കൊണ്ടിരിക്കുന്ന നീതിന്യായ ദേവതയെ അതൊക്കെ കാണിക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ അക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് ജഡ്ജ് എന്ത് പറയും എന്നുള്ള ആ ഒരു വിധി കേൾക്കാനായിട്ട്.
തുടർന്ന് അർജുനാണെങ്കിൽ അമീർ അബ്ദുള്ള അടുത്തേക്ക് ചെന്ന് വീണ്ടും ഒരു വെല്ലുവിളി എന്ന പോലെ സംസാരിക്കുന്നുണ്ട്. മസനഗുഡി വഴി ഊട്ടിക്ക് പോകുന്നത് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നല്ലോ, അതിപ്പോൾ ഒന്നുകൂടി ആവാം. ഇനിയിപ്പോൾ മസനഗുഡി തന്നെ വേണമെന്നില്ല, അന്റാർട്ടിക്കയിലേക്കോ എത്യോപ്യയിലേക്കോ എവിടെ വേണമെങ്കിലും അങ്ങോട്ട് പോകാം. ഈ കേസിൽ നിന്നും തോറ്റതിൻ്റെ ഒരു ക്ഷീണം അങ്ങോട്ട് അകറ്റുകയും ചെയ്യാം. പിന്നെ ഒരു ഉല്ലാസ യാത്രയും കൂടി ആവാം. പിന്നെ ഇതിൽ നിന്നും മിസ്റ്റർ അമീർ ഒന്ന് മനസ്സിലാക്കണം, കാലചക്രത്തിൻ്റെ കറക്കം എന്ന് പറയുന്നത് ഏത് കാലനും ബാധകമാണ്, അത് മനസ്സിലാക്കിക്കോ മിസ്റ്റർ അമീർ എന്നിങ്ങനെ കടുപ്പിച്ച് പറഞ്ഞിട്ട് അർജുൻ തൻ്റെ സീറ്റിലേക്ക് പോയിരിക്കുകയാണ്. പക്ഷെ അമീർ ഒരൊറ്റ അക്ഷരം മിണ്ടുന്നില്ല. തുടർന്ന് അർജുനാണെങ്കിൽ ഒരു പ്രശ്നമില്ല, പിന്നെ നമ്മൾ ജയിച്ചു എന്നുള്ള രീതിക്ക് വിഷ്ണുവിനെ ഇങ്ങനെ തമ്പ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും കൂടി അക്ഷമയോടുകൂടി ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ജഡ്ജ് തൻ്റെ വിധിയോടെ പറയുന്നുണ്ട്, പിന്നെ പ്രതിയാക്കപ്പെട്ട വിഷ്ണുവിനെ വെറുതെ ഇത്രയും ദിവസം വിചാരണ ചെയ്ത് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ താമസിപ്പിച്ചതിനും പിന്നെ ഡിഫൻസ് കൗൺസിലും പോലീസുകാരും ഒക്കെ ചേർന്ന് കെട്ടിച്ചമച്ച ഒരു കേസാണെന്നും പിന്നെ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന കാർത്തിക ഇവിടെ വന്ന് സത്യങ്ങൾ ബോധിപ്പിച്ചതിലൂടെ വിഷ്ണു നിരപരാധിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നതിനാൽ വിഷ്ണുവിനെ നിരുപാധികം കോടതി വിട്ടയക്കുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിക്കും സന്തോഷം, ശാലിനിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ ശാലിനിയെ തന്നെ ശ്രദ്ധിക്കുകയാണ്. സത്യഭാമ ഇങ്ങനെ ആകെ ഒരു ആശ്വാസത്തിൽ ഇരിക്കുന്നുണ്ട്. രോഹിത്തും എല്ലാവരും സന്തോഷത്തിലിരിക്കുകയാണ്. അർജുൻ അതിലേറെ സന്തോഷത്തിലാണ്. അതിനുശേഷം ഈ മധുശ്രീയാണെങ്കിൽ തട്ടിക്കൊണ്ടുപോകൽ, സംഘം ചേരൽ, ഗൂഢാലോചന, വധശ്രമം എന്നിങ്ങനെയുള്ള കേസുകളിൽ ഉൾപ്പെടുത്തി പിന്നെ 14 ദിവസത്തേക്ക് പോലീസ് റിമാൻഡിൽ വെക്കാനായിട്ട് ഈ കോടതി ഉത്തരവിടുന്നു എന്ന് പറയുമ്പോൾ മധുശ്രീ ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം ചന്ദ്രബോസിൻ്റെ അവിടെ വിധിയാണ് പറയുന്നത്. പോലീസ് സാധാരണക്കാർക്ക് കാവലാളായി നിൽക്കേണ്ട സമയത്ത് അധികാരം ദുർവിനിയോഗം ചെയ്യുകയും തട്ടിക്കൊണ്ടുപോകലും, സംഘം ചേരലും, ഗൂഢാലോചന, വധശ്രമം എന്നിങ്ങനെ കേസുകൾ ചുമത്തി ഒരു 6 മാസത്തേക്ക് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. പിന്നെ പോലീസിനുണ്ടായ മാനക്കേട് ഒക്കെ മാറ്റാനും ഒക്കെയായിട്ട് 14 ദിവസം പോലീസ് റിമാൻഡിലും വെക്കാനായിട്ട് ഈ കോടതി ഉത്തരവിടുന്നു എന്ന് പറയുമ്പോൾ ചന്ദ്രബോസുമായും വിളിച്ചിരിക്കുകയാണ്. തുടർന്ന് ആ വിധി കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. തുടർന്ന് ജഡ്ജി പറയുന്നുണ്ട്, ഈ കേസ് തെളിയിക്കാനായിട്ട് ജില്ലാ കളക്ടർ എന്ന നിലയിൽ ശാലിനി വിഷ്ണു നടത്തിയ ശ്രമങ്ങൾ അഭിനന്ദനാർഹം തന്നെയാണ്. അതിന് ഈ കോടതി പ്രത്യേകം അഭിനന്ദിക്കുന്നു എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമ അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, എന്നാലും കുറച്ചൊക്കെ അവിടെ അംഗീകരിക്കുന്നുണ്ട്. സത്യഭാമ ഇങ്ങനെ ശാലിനിയെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ വിഷ്ണുവും ശാലിനിയെ തന്നെ നോക്കിയാണ് എല്ലാവരും, അർജുനും എല്ലാവരും ഇങ്ങനെ തിരിഞ്ഞ് ശാലിനിയെ തന്നെ നോക്കി ഇങ്ങനെ തല ഉലുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ചന്ദ്രബോസിനെ നോക്കി ഇങ്ങനെ പതിയെ പറയുകയാണ്, ഇനിയിപ്പോൾ സാറേ തലയിൽ തൊപ്പിയില്ലല്ലോ, 14 ദിവസമല്ലേ ഉള്ളൂ, നമുക്ക് കാണാം, ഞാൻ കാത്തിരിക്കാം എന്ന് പറഞ്ഞ് വിഷ്ണു ആണെങ്കിൽ തൻ്റെ ഒരു കൈ ചുരുട്ടി മറ്റേ കൈയിലേക്ക് ഇങ്ങനെ ഇടിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ മുറുകെ ആ പറയിൽ കെട്ടി വീണ്ടും കൈ ഇങ്ങനെ മുറുകെ പിടിക്കുന്നുണ്ട്. പക്ഷേ ചന്ദ്രബോസിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ ആ ബാക്ക്ഗ്രൗണ്ടിൽ ചന്ദ്രബോസിനെ പണ്ടൊരിക്കൽ വിഷ്ണു നന്നായിട്ടൊരു കുടഞ്ഞ സീനൊക്കെ ഇങ്ങനെ തല്ലി ചതച്ചൊരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. തുടർന്ന് എല്ലാവരും ഇങ്ങനെ കോടതിയിലേക്ക് വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ശാലിനിയുടെ കൈ ഇങ്ങനെ കോർത്തു പിടിക്കുകയാണ്. വിഷ്ണു ആണെങ്കിൽ കുറച്ച് പുറകിലായിട്ട് അനുപല്ലവി നിൽപ്പുണ്ട്. അന്നേരം ഒടുവിൽ നമ്മൾ ജയിച്ചു അല്ലേ എന്നിങ്ങനെ പിന്നെ ശാലിനി പറയുമ്പോൾ താനാണ് എന്നെ ജയിപ്പിച്ചത് എന്നിങ്ങനെ പറയുമ്പോൾ ആ വിഷ്ണുവിൻ്റെ കൈ ഇങ്ങനെ ശാലിനി മുറുകെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അന്നേരം ഒരുപാട് പേര് സഹായിച്ചു, അനു, അർജുനേട്ടൻ എല്ലാവരും സഹായിക്കുകയാണ് ചെയ്തത്. ഓരോരോ കാര്യങ്ങൾ അപ്പോൾ വിളിച്ചു പറയുമ്പോൾ അപ്പോൾ ഫോളോ അപ്പ് ചെയ്ത് പ്രവർത്തിക്കുകയാണ് അനു ചെയ്തത്. എന്നിട്ട് അങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ അനുപല്ലവി നോക്കുന്നുണ്ട്. അങ്ങനെ അനുപല്ലവി ഇങ്ങനെ തലവലിക്ക് സമ്മതിക്കുകയാണല്ലോ. തുടർന്ന് അവരങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ കാർത്തിക അകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. തുടർന്ന് കാർത്തികയാണെങ്കിൽ വന്ന് രണ്ടുപേരോടും വിഷ്ണുവിനോടും ശാലിനിയോടും ഒക്കെ മാപ്പ് പറയുകയാണ്, ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി, എന്നെ ജീവൻ രക്ഷിച്ചത് ശാലിനിയാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വിഷ്ണുവേട്ടനെ രക്ഷിക്കണമായിരുന്നു, വിഷ്ണുവേട്ടൻ രക്ഷിക്കാൻ വേണ്ടി കാർത്തിക മരിച്ചില്ല എന്നെനിക്ക് ഉറപ്പ് വരുത്തണമായിരുന്നു, അതിനുവേണ്ടിയാണ് ഇതൊക്കെ ചെയ്ത് കൂട്ടിയത് എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ മാപ്പ് പറച്ചിലെന്ന പോലെ കാർത്തിക ഒരുപാട് സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിളിക്കാതെ വന്ന ഒരു ദുഃഖസ്വപ്നം പോലെ കടന്നു വന്നതാണ് ഞാൻ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ, നിങ്ങളാണ് ശരി, നിങ്ങൾ പരാതിയില്ല, പരിഭവങ്ങളില്ല, പരസ്പര സ്നേഹം മാത്രം, നിങ്ങളാണ് ഒരുമിച്ച് ജീവിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ കാർത്തിക പറയുന്നുണ്ട്. അന്നേരം വലിയൊരു ഭാരം ഇറക്കി വെച്ചിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു അധ്യായം ഇനി ജീവിതത്തിലേക്ക് വരാതിരിക്കട്ടെ, നമ്മൾ മനുഷ്യരല്ലേ, സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ കഴിയണ്ടേ, അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് മറക്കാം എന്നിങ്ങനെ വിഷ്ണു ഇങ്ങനെ കാർത്തികയോട് പറയുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, ശാലിനി പറയുന്നുണ്ട്, ഇനി ഹർഷനുമായിട്ട് ഒന്നിച്ച് ജീവിക്കണം, എന്നിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ കാണാനൊക്കെ വരണം എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിനെ ശാലിനി നോക്കി
നോക്കുകയാണ്. അന്നേരം വിഷ്ണു എന്തൊക്കെയോ ഇങ്ങനെ ആലോചിക്കുകയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, ഞങ്ങൾ എവിടെ കാണും എന്നൊന്നും അറിയില്ല. അത് സങ്കടത്തോടെയാണ് ശാലിനി പറയുന്നത്. എന്നാൽ എവിടെയായാലും അവിടെ നിങ്ങൾ രണ്ടുപേരും വരണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു മനസ്സിൽ ഇട്ട് എന്തൊക്കെയോ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. തുടർന്ന് കാർത്തിക് പറയുകയാണ്, അത് ഉടനെ കല്യാണം ഉടനെ തന്നെ ഉണ്ടാവും, രണ്ടുപേരെയും വിളിക്കും, രണ്ടുപേരും വരണം എന്ന് പറയുമ്പോൾ അതിനെന്താ ഞങ്ങൾ വരും അല്ലേ വിഷ്ണു ഏട്ടാന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ വിഷ്ണു ഇങ്ങനെ തലവർക്ക് സമ്മതിക്കുന്നുണ്ട്. തുടർന്ന് കാർത്തിക് പറയുകയാണ്, നിങ്ങളിപ്പോൾ എൻ്റെ ഗുരുക്കന്മാരുടെ സ്ഥാനത്താണെന്ന് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അകന്ന് നിന്നുകൊണ്ടുള്ള നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കി, അതുകൊണ്ട് ഹർഷനെ നന്നായിട്ട് സ്നേഹിക്കാനായിട്ട് എനിക്ക് കഴിയും, ഞങ്ങളുടെ വിവാഹം ഉടനെ തന്നെ ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ അഡ്വാൻസ് മംഗളാശംസകളൊക്കെ ശാലിനി പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഒന്നിച്ച് തന്നെ ജീവിക്കുക തന്നെ വേണം, വിഷ്ണുവേട്ടൻ ഇല്ലെങ്കിൽ ശാലിനി ഇല്ലെങ്കിൽ വിഷ്ണുവേട്ടൻ്റെ ജീവിതവും പൂർണ്ണമാവില്ല, അതുകൊണ്ട് ഒരുമിച്ച് തന്നെ ജീവിക്കാം, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അവരുടെ സംഭാഷണം അങ്ങനെ നീണ്ടുപോകുന്നുണ്ട്. അതേസമയം അർജുൻ വന്നിട്ട് വിഷ്ണുവിനോട് പറയുന്നുണ്ട്, കോടതിക്കകത്ത് കുറച്ച് ഫോർമാലിറ്റീസ് ബാക്കിയുണ്ട്, അതുകൂടെ തീർക്കാമെന്ന് പറയുമ്പോൾ ആ ശരിയെന്നും പറഞ്ഞ് അർജുനോടൊപ്പം വിഷ്ണു അകത്തേക്ക് കയറുന്നു. അന്നേരം കാർത്തികേയ ശരി നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് ശാലിനിയോട് ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അർജുനോടൊപ്പം വിഷ്ണു അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് സത്യഭാമയും രോഹിത്തും കൂടി ആ കോടതിക്കകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് കാർത്തികയാണെങ്കിൽ ഇങ്ങനെ തൊഴുത് സത്യഭാമയോട് മാപ്പ് പറയുകയാണ്, ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് തിരികെ പോവുകയാണെന്ന് പറയുമ്പോൾ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നിങ്ങനെ സത്യഭാമ പറയുന്നുണ്ട്. അന്നേരം ആ ഇഷ്ടവും പരിഗണനയും ഒക്കെ സത്യാമ്മ ഇനി ശാലിനിക്കാണ് കൊടുക്കേണ്ടത്, ശാലിനിയാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത് എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമ ഇങ്ങനെ ശാലിനിയെ ശ്രദ്ധിക്കുന്നുണ്ട്. ശാലിനി ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. തുടർന്ന് കാർത്തികയോട് സത്യഭാമ സംസാരിച്ച് ചോദിക്കുകയാണ്, മധുശ്രീയും കൂട്ടരുമൊക്കെ ഒരുപാട് സങ്കടപ്പെടുത്തിയല്ലേ എന്ന്. അന്നേരം അവളുടെ കയ്യിലെ കളിപ്പാവയല്ലായിരുന്നു കുറച്ച് നാൾ ഞാൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സത്യഭാമ പറയുന്നുണ്ട്, നിന്റെ ജീവൻ അപകടപ്പെടുത്തുന്നതിനേക്കാൾ വിഷ്ണുവിനെ കേസിൽ കൊടുക്കാനായിരുന്നു അവരുടെ ഉദ്ദേശങ്ങൾ, അതിനൊക്കെ അല്ലേ ഇത്രയുമൊക്കെ കാട്ടിക്കൂട്ടിയത്, എന്തായാലും എല്ലാമൊക്കെ കലങ്ങി തെളിഞ്ഞല്ലോ എന്നിങ്ങനെ സത്യഭാമ പറയുകയാണ്. തുടർന്ന് സത്യഭാമയുടെ കാല് തൊട്ട് വന്നിക്കുന്നുണ്ട്. പിന്നെ കാർത്തികയാണെങ്കിൽ എന്താ മോളെ ഇതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ സത്യാമ്മയുടെ കാല് തൊട്ട് വന്നിച്ചാണ് ആ ജീവിതത്തിലേക്ക് കടന്നു വന്നത്, സത്യാമ്മയെ പോലെ ആകാനൊക്കെ ആഗ്രഹിച്ചിരുന്നു, അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ചെയ്തിരുന്നു, എനിക്കും സത്യാമ്മ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കാർത്തികയുടെ തലയിലൂടെ സത്യഭാമ തലോടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ശാലിനി രോഹിത്തൊക്കെ ഇതിങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, പിന്നെ എനിക്ക് ഈ സത്യാമ്മയുടെ അനുഗ്രഹമൊക്കെ വേണം, ഞാൻ തിരികെ അനുഗ്രഹം വാങ്ങി കാലുവിട്ട് വന്നിച്ചിട്ട് എൻ്റെ പഴയ ജീവിതത്തിലേക്ക് തന്നെ തിരികെ പോവുകയാണ്, ഈ സത്യാമ്മ തന്നെ എൻ്റെ മനസ്സിലൊരു വിഗ്രഹമായിട്ട് നിൽക്കും, ആരുടെ മുന്നിലും തലകുനിക്കാതെ ഒരു കുടുംബവും വീടും ഒക്കെ ഭരിക്കുന്ന സത്യാമ്മ, അതെന്നും അങ്ങനെ തന്നെ ആകണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം സത്യഭാമയ്ക്ക് സങ്കടമൊക്കെ വരുന്നുണ്ട്. അന്നേരം കാർത്തിക അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് ശാലിനിയുടെ കൈയും പിടിക്കുകയാണ് പോയിട്ട് വരാമെന്നുള്ള രീതിക്ക്. തുടർന്ന് ശാലിനിയോടും കാർത്തിക യാത്ര പറഞ്ഞിട്ട് കാർത്തിക അവിടെ നിന്ന് പോകുന്നുണ്ട്. തുടർന്ന് ശാലിനി ഇങ്ങനെ സ്നേഹത്തോടെ സത്യഭാമയെ നോക്കുന്നുണ്ട്. അന്നേരം സത്യഭാമയെ ശാലിനിയെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഭാമ പെട്ടെന്ന് അങ്ങ് മുഖം മാറ്റിക്കളയാം, ഒന്നും സംസാരിക്കാനായിട്ട് ഭാമയുടെ ആ ഒരു ഭാവം അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. എന്നാലും ശാലിനി ഭാമ ശ്രദ്ധിക്കുന്നുണ്ട് അവിടെ. അതിനുശേഷമാണെങ്കിൽ ശാലിനി ശാരദാമ്മയെ ഫോൺ വിളിച്ച് പറയുന്നുണ്ട്. അന്നേരം എന്തായി മോളെ എന്നും പറഞ്ഞ് ശാരദാമ്മയുടെ ആകെ ടെൻഷനിലിരിക്കുകയായിരുന്നല്ലോ. അന്നേരം അമ്മ വിഷ്ണുവേട്ടനെ വെറുതെ വിട്ടു, ആ മധുശ്രീയും ചന്ദ്രബോസും ഒക്കെ ആയിരുന്നു ഇതിന് പിന്നിൽ, കാർത്തികയെ ഞാൻ കോടതിയിൽ ഹാജരാക്കി എന്നൊക്കെ പറയുമ്പോൾ ദൈവം കാത്തു എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മയോട് സംസാരിക്കുന്നുണ്ട്. അന്നേരം അടുത്ത് നിൽക്കുന്ന ശാന്തയാണെങ്കിൽ എന്താ ശാരദാമ്മയും ചോദിക്കുമ്പോൾ വിഷ്ണുമോനെ വെറുതെ വിട്ടെന്ന്. അന്നേരം ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്ന്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം, എനിക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെന്ന് പറയുമ്പോൾ നീ ഇനി വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വിഷ്ണുമോനെ വെറുതെ വിട്ടല്ലോ, കാര്യമൊക്കെ ശരിയായല്ലോ എന്നും പറഞ്ഞിട്ട് അവർ ഫോൺ വയ്ക്കുന്നുണ്ട്. ഇതേസമയം സത്യഭാമയുടെ വീട്ടിൽ ഉമ്മറത്ത് പപ്പിയാണെങ്കിൽ ഇങ്ങനെ ഗേറ്റിലേക്ക് നോക്കി വിഷ്ണുവിനെ കാത്തിരിക്കുകയാണ്. അന്നേരം രാഘവന്നാർ വരുന്നുണ്ട്. എന്താ പപ്പി മോളെ ഇവിടെ ഇരിക്കുന്നത്, ആരെയോ കാത്തിരിക്കുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ വേറെ ആരെ കാത്തിരിക്കുകയാണ്, എൻ്റെ വിഷ്ണുവച്ചനെ തന്നെയാണ്, വിഷ്ണുവച്ചനെ ഞാൻ കണ്ടിട്ട് എത്ര ദിവസമായി, ഇങ്ങനെ ഒരാൾ ഇവിടെ കാത്തിരിക്കുകയാണെന്ന്, അതുകൊണ്ടാണ് ഞാൻ എങ്ങോട്ടും പോകാതെ ഇവിടെ തന്നെ കാത്തിരിക്കുന്നതെന്നും പറഞ്ഞ് ഈ ഗേറ്റിൻ്റെ അടുത്തേക്ക് നോക്കി ഈ കുട്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അന്നേരം രാഘവന്നാർ ഇങ്ങനെ സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ രണ്ടുപേരും ഇവിടെ കാത്തിരിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ മോളുടെ വിഷ്ണുവച്ചന് വലിയ സന്തോഷമാവും എന്ന് പറയുകയാണ്. അങ്ങനെ പപ്പി ചോദിക്കുകയാണ്, അതിനിപ്പോൾ ആരാ രണ്ടുപേര്, ഞാൻ ഒരാളല്ലേ ഉള്ളൂ എന്നിങ്ങനെ കുട്ടി ചോദിക്കുകയാണ്. അപ്പോൾ രാഘവനാർ ചോദിക്കുകയാണ്, അപ്പോൾ പിന്നെ ഞാനാരാ, എനിക്ക് എൻ്റെ മോനെ ഒന്ന് കാണണ്ടേ, എത്ര ദിവസമായി ഞാൻ എൻ്റെ മോനെ കണ്ടിട്ട് എന്ന് പറയുമ്പോൾ അത് ശരി, അപ്പോൾ അച്ഛനും വിഷ്ണുവച്ചനെ കാത്തിരിക്കുകയാണല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് രമണം പിള്ള അങ്ങോട്ടത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. ഈ സമയത്ത് വിഷ്ണു വരുന്നുണ്ട്. അതിന് മുന്നേ ചോദിക്കുന്നുണ്ട്, അല്ല വിഷ്ണുവച്ചൻ എന്താ സത്യാമ്മയുടെ കൂടെ തിരികെ വരാൻ ഞാൻ ചോദിക്കുമ്പോൾ അത് പിന്നെ സ്റ്റേഷൻ
സ്റ്റേഷനിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ കാണില്ലേ, അതൊക്കെ കഴിഞ്ഞ് വിഷ്ണു വെച്ചാൽ ഇപ്പോൾ വരും എന്നിങ്ങനെ രാഘവൻ നായർ പറഞ്ഞു നിർത്തുമ്പോൾ വിഷ്ണു വരുന്നുണ്ട്. ബുള്ളറ്റിലാണ് വിഷ്ണു ഇങ്ങനെ വരുന്നത്. വിഷ്ണു അങ്ങോട്ട് മുറ്റത്തേക്ക് ബുള്ളറ്റ് കയറി വണ്ടി അങ്ങോട്ട് നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേ വിഷ്ണു ചാന്നും പറഞ്ഞ് ഓടി ചെല്ലുകയാണ് ഈ പപ്പി. അന്നേരം പതുക്കെ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഈ പപ്പി മോളെ എങ്ങ് തൊള്ളിലേക്ക് എടുക്കുകയാണ്. വിഷ്ണു എടുത്ത് ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. രാഘവൻ നായർ ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ നോക്കി നിൽക്കുന്നു ഈ ഒരു സീനോടുകൂടി. പക്ഷേ വിഷ്ണു ആകെ ഒരു ഗൗരവഭാവത്തിലാണ് വരുന്നതൊക്കെ. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഭാമ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, വിഷ്ണു സത്യഭാമയുടെ കൂടെ അല്ല വന്നത്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിലാണെങ്കിലാണ് വിഷ്ണു അവിടെ നിന്നും പോകാൻ എന്നോളം തീരുമാനിക്കുന്നത്. അപ്പോൾ സത്യഭാമ തൻ്റെ തീരുമാനം മാറ്റുകയാണ് ചെയ്യുന്നത്. അതൊക്കെ അടുത്ത എപ്പിസോഡുകളിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്